ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഓഫ് റോഡ് പിടിച്ചൊരു ബീച്ച് യാത്രയാണ് കേട്ടോ. നമുക്കറിയില്ല നമ്മൾ എത്തുമോയെന്ന്, കാരണം നല്ല മഴക്കാറാണ്. ഓഫ് റോഡ് പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ തന്നെ നമ്മുടെ കൃഷി വിജ്ഞാന കേന്ദ്രവും ഒക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടാണ് ഞാനതൊക്കെ ജസ്റ്റ് വീഡിയോയിലൊന്ന് എടുത്തത്. അപ്പോൾ നമ്മൾ മണ്ണുത്തി വന്ന് കട്ട് ചെയ്ത് നമ്മൾ നേരെ ഹൈവേയിലേക്കാണ് കയറിയത്. നമ്മൾ ഓഫ് റോഡ് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ച് പതുക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോകാമല്ലോ. അപ്പം നല്ല മഴക്കാറുണ്ട്. നമ്മൾ പീച്ചി ഡാം വരെ എത്തുമെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും പോകാൻ പറ്റുന്ന അത്രയും പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈവേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നത്, കാരണം വീഡിയോ എടുക്കേണ്ടത് കൊണ്ട്. അപ്പം നമ്മുടെ സൈൻ ബോർഡൊക്കെ കണ്ടു. കറക്റ്റ് വഴി അറിയില്ലെങ്കിലും നമ്മൾ ചോദിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പം ആ ഒരു പീച്ചി ഡാമിൻ്റെ ഒരു ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനാണെങ്കിലും 20 വർഷത്തിന് ശേഷമാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം കറക്റ്റ് ആൾക്ക് റൂട്ടൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ ചോദിച്ച് നമ്മൾ പീച്ചി ഡാമിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. ഇവിടെ നമുക്ക് സ്കൂളുകളൊക്കെ കാണാം. അത് കഴിഞ്ഞിട്ട് നേരെ വരുന്ന വഴിക്ക് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 5 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആളുടെ കയ്യിൽ നിന്ന് പാസ് എടുത്തു, വണ്ടി പാർക്ക് ചെയ്ത് ആൾ നമുക്കതിൻ്റെ ടിക്കറ്റ് തന്നു. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ എപ്പോഴും പോകുന്ന പോലെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ചായ പറഞ്ഞു, ചായയൊക്കെ കുടിച്ചിട്ട് പതുക്കെ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന്, അതായത് നമ്മൾ വരുന്ന എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാനുണ്ട് കേട്ടോ, നമ്മൾ ടിക്കറ്റ് എടുക്കുന്നിടത്തേക്ക്. അപ്പോൾ അവിടെ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ടിക്കറ്റിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗേറ്റ് കടന്ന് അകത്തേക്ക് പോകണം. അപ്പോൾ നമ്മൾ പോകുമ്പം പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ അവർ ചെക്ക് ചെയ്തായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെ ആക്കി നമ്മൾ പോകുന്നു. പിന്നെ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം എന്ന് കൊടുത്തിട്ട് കുറച്ച് ഡീറ്റെയിൽസൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടെന്നുള്ളൊരു സൈൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ പീച്ചി ഡാമിൻ്റെ ഒരു ചെറിയ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചിയിൽ കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയുടെ കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് കേട്ടോ പീച്ചി അണക്കെട്ട്. കേരളത്തിലെ ഒരു മേജർ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന നിലയിലാണ് 1957 ഒക്ടോബർ 4-നാണ് കേട്ടോ അന്നത്തെ കേരള ഗവർണർ ബി രാമകൃഷ്ണ റാവു പീച്ചി ഡാം നമുക്ക് സമർപ്പിച്ചത്. ജലസേചനത്തിനും അതുപോലെ ശുദ്ധജലത്തിൻ്റെ വിതരണത്തിനും വേണ്ടിയാണ് കേട്ടോ ഈ പീച്ചി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളപ്പോൾ അതിൻ്റെ നമ്മൾ വെറുതെ സ്ഥലങ്ങൾ കാണുന്നതോടൊപ്പം അതിൻ്റെ ഒരു ചരിത്രം കൂടെയൊക്കെ നോക്കിയാൽ നല്ല രസമാണ് കേട്ടോ അതൊക്കെ പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉൾപ്പെടുത്തി പറയണത് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ 2 സൈഡാണ് കേട്ടോ കാണിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഷട്ടർ തുറന്നിട്ടുള്ള ഒരു ലെഫ്റ്റ് സൈഡാണ്, അതിൻ്റെ ഒരു വ്യൂ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ താഴോട്ട് പോയാൽ ആ ഒരു പാർക്കിലൊക്കെ നമ്മൾ പോയിട്ട് നമ്മൾ വീണ്ടും ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷട്ടർ 2 തുറന്നിരിക്കുന്നത്. അപ്പം നമ്മളതിൻ്റെ മുകളിലൂടെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഷട്ടർ തുറന്നതൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എന്താണ് എങ്ങനെയാണ് വെള്ളം പോകണതെന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കുറച്ചേ തുറന്നിട്ടുള്ളൂ, നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം കേട്ടോ. അപ്പോൾ വെള്ളം പോകുമ്പോൾ ഇവിടെ നല്ല സൗണ്ടാണ് കേട്ടോ. ചെറിയ രീതിയിലാണ് വെള്ളം പോകണമെങ്കിലും ഭയങ്കര സൗണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ. എന്തോ ഒരു പേടിയോ ഒരു സന്തോഷമോ ഒക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈനാണ് കേട്ടോ. അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ വേറൊരു എൻട്രൻസ് ആണ്. ഇതിനകത്തും കടകളുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലൊരു പവലിയൻ കാണാം കേട്ടോ. പവലിയൻ കഴിഞ്ഞിട്ട് അതിൻ്റെ താഴത്ത് ചെറിയ കുട്ടികളുടെ ആ ഒരു പാർക്കിൻ്റെ ഒരു സജ്ജീകരണങ്ങളാണ്. അവിടെ ഇരിക്കാനുള്ള കസേരകളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള സ്ലൈഡുകളാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ താഴോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നേരെ കുത്തനെ സ്റ്റെപ്പാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ടിറങ്ങി നടപ്പാതയുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിലെ ഇറങ്ങാമെന്ന് വിചാരിച്ചത് 2-3 സ്ഥലത്തൂടെ താഴോട്ട് ഇറങ്ങാം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കണ്ടത് ഈ വഴി ആയതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പ് വഴി എന്തായാലും താഴേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ താഴത്തും കുട്ടികളുടെ പാർക്കും കാര്യങ്ങളൊക്കെയാണ്, എല്ലാ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് ഫാമിലി ആയിട്ട് വന്നവരൊക്കെ
കുട്ടികളെയൊക്കെ കളിപ്പിച്ചിരിപ്പുണ്ട്. പിന്നെ നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്പേസൊക്കെ ഉണ്ട്. നമുക്ക് മഴ വന്നാലും നമുക്ക് നനയാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും സ്റ്റെപ്പ് ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷമുള്ളൊരു ചെറിയ നടപ്പാതയാണ് കേട്ടോ. ആ നടപ്പാത അങ്ങനെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഇരിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ആ ഒരു ഷട്ടർ തുറന്നതിൻ്റെ ആ ഒരു വ്യൂ ആണ് കേട്ടോ, ഒരു സൈഡ് വ്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ടോപ്പിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്ന ആ ഒരു വഴിയാണ് കേട്ടോ അത്. അപ്പോൾ അവിടുന്ന് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാനായിട്ടൊരു 3 സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പിൻ്റെ കമ്പിയൊക്കെ ഇളകി കിടക്കുകയാണ് കേട്ടോ. ഇത് 2ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ ഏരിയയിലേക്ക് വരുന്നത്. ഇവിടെ ചെറിയ വള്ളിക്കുടിലുകളും നമുക്ക് ഇരിക്കാനുള്ള ഒരു ചാരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഇതുപോലെ ചെറിയ വെള്ളം ഒഴുകുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെയൊക്കെ നിൽക്കുമ്പം. അപ്പോൾ നമ്മൾ മുന്നോട്ട് വീണ്ടും വരുമ്പോൾ നമുക്കിതുപോലെ വെള്ളത്തിൻ്റെ ആ ഒരു ഓവർ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളത് സൂം ചെയ്തെടുത്തിരിക്കുക, നല്ല ഒരു ഭംഗി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സൈഡിൽ അത്രയും അടുത്ത് നിന്ന് ആൾക്കാരൊക്കെ വെള്ളം കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിനി പോകണമെങ്കിൽ നമ്മൾ ഈ ഭാഗവും കടന്ന് ആ പാലം ഒക്കെ കടന്നിട്ട് വേണം അപ്പുറത്ത് പോകാൻ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ നടന്ന് വന്ന ആ ഒരു വഴി. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നത്. ഇപ്പോൾ സൈഡിൽ ഈ ഗാർഡൻ്റെ ഏരിയയിലൊക്കെ പുല്ല് പിടിച്ചൊക്കെ കിടക്കുന്നതുകൊണ്ട് അവിടെയൊന്നും അങ്ങനെ ആരും ഇരിക്കലില്ല. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഇതിപ്പോൾ പാലത്തിൽ നമ്മൾ നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ പാലം കടന്ന് അക്കരെ നമുക്ക് പോകണം. അവിടെ നിന്നാണ് നമ്മളിനി അടുത്ത ഭാഗങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഇപ്പം നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ ആ ടോപ്പിൽ അതിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് ഈ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് കേട്ടോ ഇത്രയും നേരം നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. നമ്മുടെ ഗാർഡനും പവലിയൻ്റെയൊക്കെ ആ ഒരു സൈഡാണ്. അപ്പോൾ പാലം കടന്നിട്ട് ഉള്ള ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി സ്റ്റെപ്പ് കയറി ഇതിൻ്റെ ടോപ്പിൽ വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പതുക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഡാമിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും അടുത്ത് നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ എടുക്കണം. ശരിക്കും നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുന്നതിലും ഭീകരമാണ് ഇതിൻ്റെ ഈ അടുത്ത് നിന്നിട്ട് ടോപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകണമെങ്കിൽ ഈ സ്റ്റെപ്പ് വഴി വേണം കയറി പോകാൻ. അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒഴുകുന്നതും ഒക്കെ കണ്ട് സന്തോഷം തോന്നി. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോസൊക്കെ എടുത്ത് എന്തായാലും ഇനി മടങ്ങി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ശരിക്കും ഇത്ര അടുത്ത് നിന്ന് ഇത് കാണാൻ പറ്റുമെന്നോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്നോ ഒന്നും വിചാരിച്ചതല്ല കേട്ടോ. അപ്പോൾ ഇത്രയും അടുത്ത് നിന്ന് നമുക്കിത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള, അതായത് നമുക്ക് പോയി വരാൻ പറ്റുന്നത്ര ദൂരത്തിലുള്ള കാഴ്ചകളൊക്കെ ശരിക്കും നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നമ്മുടേതായിട്ടുള്ള ചരിത്രങ്ങളുള്ളപ്പോൾ നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യണ്ടേ. അപ്പോൾ അത് നമ്മൾ കാണുകയും കാണാത്തവർക്ക് വേണ്ടി അത് കാണിക്കുകയും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ആ ഒരു സീനൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തായാലും ടോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ഗേറ്റാണ് കേട്ടോ. ശരിക്കും ഡാമിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് പോകുന്ന ആ ഒരു സ്പേസൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു ഭാഗമാണ്. അപ്പം മഴ പെയ്തിട്ടാണോ അതോ ഇങ്ങനെ ഉറവ വന്നിട്ടാണോ എന്നറിയില്ല, സ്റ്റെപ്പുകളൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടോപ്പിലേക്ക് കയറി. അപ്പം ഇത് വീണ്ടും നമുക്ക് ആ ഒരു ഭാഗം തന്നെ നമുക്ക് കാണാൻ തോന്നിട്ടോ. പക്ഷെ അത്രയൊരു നല്ലൊരു വൈബായിരുന്നു. ഒരു ഈവനിങ് ഒക്കെ ആയപ്പം നല്ല രസമുണ്ടായിരുന്നു. അപ്പം നമ്മളെന്തായാലും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് കയറുകയാണ് കേട്ടോ. തിരിച്ച് കയറി നമ്മൾ അതിൻ്റെ ഒരു ഗേറ്റ് കടന്ന് ഇപ്പുറത്ത് വന്നു. ശരിക്കും നല്ല രീതിയിൽ നടക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ചു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും പോയി കാണണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.